Hello guys, welcome back to my vlog. Okay, so after a long break, I am back with my vlogs. So as usual, Jewel is dropping me. So while going, we stopped at a nearby bakery and we bought some stuff. We ate it together and we waited for our bus. അന്ന് രാവിലെ ആണെങ്കിൽ ഒടുക്കത്തെ മഴ, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ബസ്സിലോട്ട് ഓടിക്കേറി ആൻഡ് ഹിയർ വി ഗോ ടു കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓൺ ദ വേ വി ഹാഡ് അവർ ലഞ്ച്. സോ നമ്മൾ ആക്ച്വലി പോകുന്നത് ഇസ് ടു എ പ്ലേസ് കോൾഡ് സാപുതാര ഇൻ ഗുജറാത്ത്. പക്ഷെ നമുക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ബോംബെയിലോട്ട് കിട്ടിയത്. സോ ഫ്രം ബോംബെ വി ഹാഡ് 200 കിലോമീറ്റേഴ്സ് അഗെയിൻ ടു ട്രാവൽ. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി, ലഗേജസ് ഒക്കെ എടുത്ത് ചെക്ക് ഇൻ ചെയ്യാൻ പോയ സമയത്താണ് ദ പ്രോബ്ലം സ്റ്റാർട്ട്സ്. സോ നോർമലി നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് OG ഗുഡ്സ് ആയിട്ട് വിടുമ്പോൾ നമുക്ക് ഇതുവരെ പൈസ കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, അൺലെസ് ഇറ്റ്സ് മോർ ദൻ ദ വെയിറ്റ്. പക്ഷേ സ്പൈസ് ജെറ്റ് പീപ്പിൾ ടോൾഡ് ലൈക്ക് അവർക്ക് എന്തോ സ്പെഷ്യൽ ഹാൻഡിലിംഗ് ഫീസ് ഉണ്ട്. സോ എല്ലാ ഇൻസ്ട്രുമെന്റ്സിന് കൂടി അറൗണ്ട് ഒരു 20,000 നമ്മളന്ന് പേ ചെയ്യേണ്ടി വന്നു. സോ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. സോ വി ഹാഡ് ടു പേ ദാറ്റ് 20,000. സോ അവിടുത്തെ എല്ലാം ഡ്രാമ കഴിഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് ബോർഡിംഗ് ടു അവർ പ്ലെയിൻ. അങ്ങനെ ഫൈനലി വി ഗോട്ട് ഇൻ ടു അവർ പ്ലെയിൻ ആൻഡ് പതുക്കെ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സീറ്റഡ് ഇൻ ടു അവർ സീറ്റ്സ്. ഒരു വല്ലാത്ത വിഷമം ഞാൻ പറയട്ടെ. നമുക്ക് വിൻഡോ സീറ്റ് കിട്ടും, പക്ഷെ അവിടെ മുന്നേ ആരെങ്കിലും കയറിയിരിക്കും, എന്നിട്ട് ഇങ്ങനെ പറയും അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നമുക്ക് കൊടുക്കാനൊരു മടി ഉണ്ടാവും. പക്ഷെ എന്തെങ്കിലും അവിടെ കോപ്പെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ സീറ്റിൽ വയ്ക്കും, എന്നിട്ട് കിട്ടേണ്ടതാവില്ല നടുക്കുള്ള സീറ്റ്. അങ്ങനെ ഞങ്ങൾ മുംബൈ എത്തിയപ്പോഴാണ് ആ ഒരു സന്തോഷ വാർത്ത അറിയുന്നത്. നമ്മുടെ 4 ബാഗുകൾ സ്പൈസ് ജെറ്റ് മുംബൈയിലോട്ട് അയക്കാൻ മറന്നു. അപ്പോൾ അവരത് പറഞ്ഞു ദേ വിൽ സെൻഡ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ഫ്ലൈറ്റ്. പക്ഷേ നമുക്ക് 200 കിലോമീറ്റേഴ്സ് ഇനിയും ട്രാവൽ ചെയ്യാണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ഇസ് നോട്ട് ആൻ ഓപ്ഷൻ. സോ അവർ നമുക്കൊരു ഫോം ഫിൽ ചെയ്ത് തന്നു. അതിൽ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു നമ്മുടെ ബാഗിനെ പറ്റി. ആൻഡ് ദേ ടോൾഡ് ദാറ്റ് ദേ വിൽ ബ്രിങ് അവർ ബാഗ്സ് ടു അവർ ഹോട്ടൽ ബിഫോർ 11 in the morning. എന്നിട്ട് ഒരു നമ്പറൊക്കെ എഴുതി തന്നു. എന്നിട്ട് അവിടുത്തെ മാനേജർ അത് നമുക്ക് സൈൻ ഇട്ട് തന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. നമ്മുടെ ബസ് പാർക്കിങ്ങിൽ എവിടെയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ബസ്സിനെ കണ്ടുപിടിച്ച് ആൻഡ് വി സ്റ്റാർട്ടഡ് വാക്കിംഗ് ടുവേർഡ്സ് അവർ ബസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയപ്പോഴാണ് എല്ലാവർക്കും ഒടുക്കത്തെ വിശപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചായ കുടിക്കാമെന്ന് പ്ലാൻ ഇട്ടിട്ട് വി സ്റ്റോപ്പ് സംവെയർ ടു ഹാവ് സം ടീ. വിശപ്പുള്ള കാരണമാണോ എന്നറിയില്ല, പക്ഷെ ദാറ്റ് ടീ വാസ് ടു ഗുഡ്. അതിൻ്റെ കൂടെ ആ പപ്പൻ നമുക്ക് കുറേ കേക്കും മുറുക്കും അങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഒക്കെ തന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ചായ കൂടി കഴിഞ്ഞിട്ട് വി വെൻ ടു ഹാവ് എ പ്രോപ്പർ ഡിന്നർ. സോ നമ്മളൊരു ധാബയിലോട്ടാണ് പോണേ. അപ്പോൾ മഴയൊക്കെ കൊണ്ടിട്ട് നമ്മൾ ധാബയിലോട്ട് പോയി ആൻഡ് വി ഗോട്ട് സീറ്റഡ് ആൻഡ് യാ ഇറ്റ് വാസ് എ ഗുഡ് പ്ലേസ്. നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അവിടെ കുറച്ച് സ്റ്റാഫുകൾ മലയാളികളായിരുന്നു കേട്ടോ. സോ അവർ നമുക്ക് കുറച്ച് ഫുഡൊക്കെ റെക്കമെൻഡ് ചെയ്തു, ഇത് കഴിച്ചോ ഇത് രസമായിരിക്കും. അങ്ങനെ വി ഹാഡ് ഇറ്റ് ആൻഡ് യാ ദ ഫുഡ് വാസ് ഗുഡ്. വി ഓൾ എൻജോയ്ഡ് ഇറ്റ്. നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തൊരു ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. നമ്മളതുമ്മ കയറി. പിന്നെ ഉണ്ടായത് നിങ്ങൾ കണ്ടോ. അങ്ങനെ നമ്മുടെ ഊഞ്ഞാലാട്ടം കഴിഞ്ഞ് ബസ്സിൽ പോയി ഉറങ്ങി എഴുന്നേറ്റിട്ട് കാണുന്ന കാഴ്ചയാണ് ഇത്. അങ്ങനെ ഫൈനലി വി റീച്ച്ഡ് സാപുതാര. പുറത്താണെങ്കിൽ നല്ല മഴ. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ സ്പൈസ് ജെറ്റുകാരൊന്ന് കോൺടാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന്. സോ അതിൻ്റെ ഇടയിൽ മഴ ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു കേട്ടോ. സോ നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മുടെ ലഗേജ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ റൂമിലോട്ട് നടന്നു. സോ നടക്കുന്ന ടൈമിൽ മഴയുടെ ശക്തി ഒന്ന് കൂടി. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ വേഗം ഓടി. അങ്ങനെ നമ്മൾ ലോബിയിലെത്തി. സോ ലോബിയിലെത്തിയപ്പോൾ ഫൈസലൊക്കെ നമ്മുടെ റൂം ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ റൂമിലോട്ടുള്ള വഴി. സോ അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിലോട്ടെത്തി. സോ ഞാൻ, ആദർശ്, ജിയോ ചേട്ടൻ നമ്മളാണ് ഒരു റൂമിൽ. സോ ദിസ് ഈസ് ആർ റൂം ആൻഡ് ഇതാണ് ഞാൻ. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ സെക്യൂരിറ്റിയുടെ കോഡ് എടുത്തിട്ട് ബ്രഷ് തപ്പാൻ പോകും.
ടൂത്ത് ബ്രഷ് നോക്കട്ടെ. സോ ഇതാണ് സാപുതാര ടൗൺ. ഇവിടെ ക്ലൈമറ്റ് സെറ്റാന്ന് വെച്ചാൽ ഫുൾ ടൈം മഴ, തണുപ്പ്. എനിക്ക് പേഴ്സണലി തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. സോ എനിക്ക് ഈ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു, ലൈക്ക് സെറ്റായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ ആൻഡ് ആ കാണുന്നതാണ് നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മൾ ബോംബെ ടു സാപുതാര വന്നത്. സോ ദിസ് വാസ് ആർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ചുമ്മാ ഒന്ന് ഹോട്ടലിൻ്റെ ബാക്കിലോട്ട് പോയി. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ. സോ അതൊക്കെ കുറച്ച് നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഡൈനിങ് ഏരിയയിലോട്ട് പോയി. സോ ഇതാണ് ഡൈനിങ് ഏരിയയിലോട്ടുള്ള എൻട്രൻസ് കേട്ടോ. സോ നമ്മൾ തിരിച്ചങ്ങോട്ട് പോയി. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനും ജിയും ചുമ്മാ ഒന്ന് പുറത്ത് കറങ്ങാൻ പോയി. സോ യാത്രാ ക്ഷീണമുള്ള കാരണം നമ്മളൊന്ന് കുറച്ച് നേരം ഉറങ്ങാമെന്ന് പ്ലാൻ ഇട്ടു. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങി. അങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഐ ഫെൽറ്റ് ലൈക്ക് വാക്കിംഗ് അറൗണ്ട്. അപ്പോൾ ഞാനൊന്നും നോക്കിയില്ല, പുറത്തിറങ്ങി. അപ്പോൾ സെക്യൂരിറ്റിയുടെ കുട ഇല്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു എന്നൊരു റെയിൻ കോട്ട് മേടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു റെയിൻ കോട്ട് മേടിക്കാൻ ഞാൻ പോവാണ്. അങ്ങനെ റെയിൻ കോട്ട് കെട്ട് ചുള്ളനായി നടക്കാൻ തുടങ്ങി. നമ്മുടെ ഹോട്ടലിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നടന്നാലാണ് ഈ ടൗൺ ഭാഗം വരെ. സോ ഐ വാസ് വെരി ക്യൂരിയസ് ടു നോ വാട്ട് ഇസ് ദെയർ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. സോ ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലോട്ട് നടന്നു. അങ്ങനെ ഫസ്റ്റ് കണ്ട കാഴ്ചയാണ് അവിടുത്തെ ബസ് സ്റ്റാൻഡ്. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് പോലെ അവിടുത്തെ GSRTC ബസ് സ്റ്റാൻഡ്. കുറച്ചായപ്പോഴത്തേക്കും നല്ല രീതിക്ക് മഴ കൂടി തുടങ്ങിട്ടോ. മഴ, ആ മഴയിൽ നമ്മൾ റെയിൻ കോട്ടിട്ട് നടക്കും. ഈ ഫെസ്റ്റിവലാണ് കേട്ടോ നമ്മൾ പെർഫോം ചെയ്യാൻ പോണേ, സാപുതാര മൺസൂൺ ഫെസ്റ്റിവൽ. ആൻഡ് ദിസ് ഇസ് ആർ റിസോർട്ട്, ടോറാൻ ഹിൽ റിസോർട്ട്. ഇവിടെയാണ് നമ്മൾ താമസിക്കണത്. സോ അത് കഴിഞ്ഞിട്ട് റൂമിലെത്തിയിട്ട് ചുമ്മാ ഒന്ന് സ്പൈസ് ജെറ്റിനെ വിളിച്ച് നോക്കി. സ്റ്റിൽ ദർ വാസ് നോ റെസ്പോൺസ് അറ്റ് ഓൾ. അങ്ങനെ നമുക്ക് സൗണ്ട് ചെക്കിന് പോകാൻ ടൈമായി. തൊട്ടടുത്താണ് കേട്ടോ വെന്യൂ, നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഐ ഡിസൈഡഡ് ടു വാക്ക്. അപ്പം എൻ്റെ കൂടെ ഇവരെല്ലാവരും വന്നു. സോ ആൻഡ് യാ വി ആർ വാക്കിംഗ് ടു ദ വെന്യൂ. ഇവരെ ഞാൻ സമ്മതിച്ചു കേട്ടോ, കാരണം ഇവർ രാവിലെ തൊട്ട് വായിക്കാൻ തുടങ്ങുന്നത്, ഇതുവരെ നിർത്തിയിട്ടില്ല അവർ. സോ ഇതാണ് കേട്ടോ നമ്മുടെ വെന്യൂലോട്ടുള്ള എൻട്രൻസ്. And here is where we are going to perform today. സോ ഇതാണ് മിസ്റ്റർ നെജു പെർഫെക്റ്റ്, ഞങ്ങളുടെ സ്വന്തം നെജുക്ക. സോ നെജുക്കയാണ് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ. സോ ഇവിടെ നിന്നിട്ടാണ് എല്ലാം സൗണ്ടും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നെജുക്ക. സോ ഇതാണ് ഞാൻ വായിക്കാൻ പോണ കീബോർഡ്. ഇതല്ല ഞാൻ പറഞ്ഞ ആ കീബോർഡ് വരുന്നുണ്ട്, അത് കുറച്ച് സമയം എടുക്കും എത്താൻ. സോ ദിസ് ഇസ് ദ സ്റ്റേജ്. സോ യാ, ദിസ് ഇസ് മീ ഡൂയിങ് സംതിങ്, ഐ ഡോണ്ട് നോ. സോ അതിൻ്റെ ഇടയിൽ എനിക്ക് 8ൻ്റെ ഒരു പണി കിട്ടി. ഞാൻ പറഞ്ഞ കീബോർഡ് എത്തി, പക്ഷെ അത് അപ്ഡേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാനത് റൂമിലിരുന്ന് അപ്ഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് വേഗം ഓടി എങ്ങോട്ട്, പ്രോഗ്രാം സ്ഥലത്തിലോട്ട്.
ഷോ ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ ഫുള്ളും ഹിന്ദി സോങ്സ് പെർഫോം ചെയ്തത്. എനിക്കധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം ഐ വാസ് മോർ കോൺസെൻട്രേറ്റഡ് ടു ദ ഷോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ, ജിയോ ചേട്ടൻ, നീതു ചേച്ചി ഒരു മാഗിയും ചായയും അടിക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലോട്ട് പോയി. സോ ഞങ്ങൾ മാഗിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ റൂമിൽ പോയി കുറച്ച് നേരം കിടന്നു. അതിൻ്റെ ഇടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ്. നമ്മുടെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് നമ്മൾ വീണ്ടും ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. സോ നമ്മൾ നെക്സ്റ്റ് ഡേ നേരത്തെ എഴുന്നേറ്റിട്ട് നമ്മൾ നല്ല ചൂട് ചായ കുടിക്കാൻ പോയി, അതും ആ സെയിം മാഗി കടയിൽ. ആ സമയത്താണെങ്കിൽ നല്ല തണുപ്പ്, നല്ല കാറ്റ്, മൈൽഡ് റെയിൻ, അതിൻ്റെ കൂടെ ചൂട് ചായ കൂടി കിട്ടുമ്പോണ്ടല്ലേ എൻ്റെ മോനെ ഏതാ വൈബ്. അങ്ങനെ നമ്മുടെ ചായക്കുടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് തിരിച്ച് പോയി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് പിന്നെ ബൈ ബൈ ഗുജറാത്ത്. അങ്ങനെ നമ്മൾ ഗുജറാത്തിൻ്റെ അടുത്ത് ബൈ പറഞ്ഞു. എന്നാൽ പിന്നെ കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കണ്ണടച്ചതാ. പിന്നെ കണ്ണ് തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത്. വേറെ ഒന്നുമല്ല, നമ്മുടെ വണ്ടിക്ക് നൈസായിട്ടൊരു പണി കിട്ടി. ടയർ നൈസായിട്ടൊന്ന് പഞ്ചറായി. എന്തായാലും ഇത് നല്ല സമയം പിടിക്കുമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം തേരാ പാരാ നടക്കാം എന്ന് വിചാരിച്ചു. നടക്കണേൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സസ്പിഷ്യസ് ആയ കാര്യങ്ങൾ കണ്ടു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ ഇതിനും വലിയ കാര്യങ്ങളായിരുന്നു ചർച്ച. അങ്ങനെ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണണേ. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ബാഗുകൾ, ഏത് സ്പൈസ് ജെറ്റിൽ കൊച്ചിയിൽ നിന്ന് വിട്ട ബാഗുകൾ ഇപ്പോൾ ദ്വാരക്കയിലുണ്ട്. ദ്വാരക്കയിൽ നിന്ന് ഗുജറാത്തിലോട്ട് അയക്കാൻ നിൽക്കാം. നമുക്ക് ഒരു ദിവസം മുന്നേ കിട്ടേണ്ട ബാഗാണ്, അതിപ്പോൾ ഗുജറാത്തിലോട്ട് അയക്കാൻ നിൽക്കാം. അപ്പോൾ നമ്മൾ ദ്വാരക്ക എവിടെയാണെന്ന് നോക്കിയപ്പോൾ ദ്വാരക്ക നമ്മുടെ തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ ഓഫീസിൻ്റെ ലൊക്കേഷൻ മേടിച്ചിട്ട് നമ്മളിപ്പോൾ ഓഫീസിലോട്ട് പോണ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ഓഫീസ് തുറന്നിട്ടില്ല. നമുക്കൊരു അരമണിക്കൂറെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഓഫീസ് തുറക്കണ വരെ. അങ്ങനെ നമുക്ക് നമ്മുടെ ബാഗുകൾ കിട്ടി. ഇതാണ് നമ്മൾ 20,000 പേ ചെയ്തിട്ട് സ്പെഷ്യൽ ഹാൻഡിലിംഗ് എന്ന് പറഞ്ഞ് അയപ്പിച്ച ബാഗ്. ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടണേ. ഡിയർ സ്പൈസ് ജെറ്റ്, നിങ്ങൾ ഇൻഡിഗോനൊക്കെ കണ്ടുപിടിക്കുക. അവർ ഈ കാര്യത്തിൽ എന്ത് അടിപൊളിയാണ്. നിങ്ങൾ വെറും വേസ്റ്റാണ്, സത്യം പറയാതെ വെറും വേസ്റ്റാണ്. അങ്ങനെ ബാഗൊക്കെ ഒപ്പിട്ട് മേടിച്ച് വി കണ്ടിന്യൂഡ് ആർ ജേർണി ടു ബോംബെ. 9.5 മണിക്കൂറാണ്. നിന്നോട് ഞാൻ അപ്പോഴാ പറഞ്ഞ 3 മണിക്ക് ഇറങ്ങാം. അപ്പൊ നീ 3 മണിയും കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് ഉറങ്ങാ നീ. മര്യാദയ്ക്ക് രതീഷേട്ടൻ പറയുന്നത് കേട്ടാൽ മതിയായിരുന്നു. ഓൾറെഡി നമ്മൾ എയർപോർട്ടിൽ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. അതിൻ്റെ ഇടയിൽ നമുക്കൊരു പണി കിട്ടി. നമുക്ക് പോകേണ്ടത് T1 ടെർമിനലിലായിരുന്നു. പക്ഷേ ഡ്രൈവർ നമ്മളെ T2 കൊണ്ടിറക്കി. കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലായി T1 പോകേണ്ടത്. T1 ആണെങ്കിലോ 20 മിനിറ്റ് യാത്രയുണ്ട്, അതും ഇത്രയും പേരുണ്ട്. നമ്മൾ ആകെ ടെൻസ്ഡ് ആയിരുന്നു. ഫൈനലി നമ്മളെല്ലാവരും ഊബർ ക്യാബ് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ബാഗ്സ് ചെക്ക് ഇൻ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞു. അപ്പോൾ അവർ നമുക്ക് ഒരു ഓപ്ഷൻ തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ബാഗ് കയ്യിലുള്ളവർക്ക് ഹാൻഡ് ബാഗ് വെച്ചിട്ട് ഫ്ലൈറ്റിൽ കയറാമെന്ന് പറഞ്ഞു. ബാഗ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അടുത്ത ഫ്ലൈറ്റിൽ അങ്ങനെ കയറ്റി അയക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സോ അതിന് ഫൈസലിക്ക, സെബിലു, പ്രതീക്ഷേട്ടൻ, ശരത്തേട്ടൻ അവിടെ നിന്നു, മുംബൈയിൽ നിന്നു. നമ്മളെല്ലാവരും നമ്മുടെ ലഗേജസ് അവിടെ വെച്ചിട്ട് നമ്മൾ ഹാൻഡ് ബാഗ്സ് മാത്രം എടുത്തിട്ട് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ഒരു പ്രശ്നങ്ങളില്ലാണ്ട് സുഖമായിട്ട് നമുക്ക് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യാൻ പറ്റി. നമ്മൾ ട്രാവൽ ചെയ്യുന്നത് എയർ ഇന്ത്യയിലാണ് കേട്ടോ.
അങ്ങനെ നല്ലൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിരുന്നു മുംബൈ സാപുതാര ഷോ. ആൻഡ് ഹിയർ വി ആർ ഗോയിങ് ബാക്ക് ടു കൊച്ചി. I don't know if you guys have ever felt like this. I'm someone who likes to travel, who loves to travel, okay? അപ്പോൾ നമ്മൾ ഓരോ വട്ടം ട്രാവൽ ചെയ്യുമ്പോൾ വി ലേൺ ന്യൂ ലെസൺസ്. അതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ജേർണി. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്തു. ആൻഡ് വി ആർ ഓൺ ആർ വേ ടു കൊച്ചി. ഫ്ലൈറ്റിൽ നമുക്ക് മീല് കിട്ടിട്ടോ. ഇറ്റ് വാസ് ചിക്കൻ 65 പിന്നെ എന്തോ ഒരു പഫ്സ് പോലത്തെ ഒരു സാധനം, പിന്നെ ഒരു ഡെസേർട്ടും. ഇറ്റ് വാസ് ഓക്കെ. അങ്ങനെ നമ്മൾ കൊച്ചിയിലെത്തി. ഫസ്റ്റ് തന്നെ നമ്മൾ സ്പൈസ് ജെറ്റുകാരെ കാണാൻ പോയി. കാരണം എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. കാരണം അത്രയധികം അവർ നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ സ്പൈസ് ജെറ്റിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ പോയി. അവിടെ പോയിപ്പോൾ അവിടെ ഒരു നമ്പർ ഉണ്ടായിരുന്നു, ഒരാളും ഉണ്ടായിരുന്നില്ല. നമ്മൾ ആ നമ്പറിലോട്ട് വിളിച്ചപ്പോൾ ദേ ആർ ലൈക്ക് അവർ 11 കഴിഞ്ഞിട്ട് ഫ്രീ ആവുള്ളൂ, അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ എന്തായാലും നിങ്ങളെ കണ്ടിട്ടേ പോകണുള്ളൂ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ടെർമിനൽ മാനേജറിനെ പോയി കണ്ടു. ആ മാനേജർ സ്റ്റാഫിനെ അപ്പം തന്നെ വിളിപ്പിച്ചു കേട്ടോ. നമ്മൾ എന്നിട്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞു. ഇറ്റ് വാസ് എ വെരി ബാഡ് എക്സ്പീരിയൻസ് ഫ്രം സ്പൈസ് ജെറ്റിൻ്റെ എൻ്റെ നിന്ന്. ആൻഡ് ഫൈനലി വി ഡിസൈഡഡ് വി വിൽ നെവർ ട്രാവൽ ഇൻ സ്പൈസ് ജെറ്റ്. അത് പറഞ്ഞുകൊണ്ട് ഐ എം എൻഡിങ് മൈ വ്ളോഗ് ഹിയർ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.